നമ്മുടെ പല പ്രേക്ഷകരും കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചതാണ് ആ കുഴൽക്കിണറിൽ കുടുങ്ങിയ 5 വയസ്സുകാരനെ രക്ഷിക്കാനുള്ള ശ്രമം എന്തായി എന്നത്. ആ വാർത്ത, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ചില തീരുമാനങ്ങൾ അവിടെ എടുത്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഈ രക്ഷാശ്രമം നടക്കുന്നത്? കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ക്രിസ്റ്റീന, രാജസ്ഥാനിലെ ദൗസയിലെ കുഴൽക്കിണറ്റിൽ കുടുങ്ങിയിരിക്കുന്ന ആ 5 വയസ്സുകാരന് വേണ്ടി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ നിമിഷവും അറിയാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ് എന്ന് തന്നെയാണ് ജില്ലാ അധികൃതർ, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിലേറെയായി SDRFന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇത് എന്ന് തന്നെയാണ് ജില്ലാ അധികൃതർ വ്യക്തമാക്കുന്നത്. 250 അടി താഴ്ചയുള്ള കുഴൽക്കിണറ്റിലാണ് ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ കുഴൽക്കിണറിന്റെ 150ഓളം അടി, 147 അടിക്കും 150 അടിക്കും ഇടയിലുള്ള ഭാഗത്താണ് കുഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുമാണ് അധികൃതർക്ക് സാങ്കേതികമായി നടത്തിയ പരിശോധനകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുഞ്ഞിനെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നും അധികൃതർ അറിയിക്കുന്നു. അതിനായി കുഴൽ ഉപയോഗിച്ച് ഓക്സിജൻ ഈ കുഞ്ഞിനടുത്തേക്ക് എത്തിക്കുകയും കുഞ്ഞിന് ഓക്സിജൻ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമാണ് എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ കുഴിയുടെ വായ്മുഖം വലുതാക്കിക്കൊണ്ട് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു, JCBകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ അത് ഏറെ ശ്രമകരവും ഒപ്പം തന്നെ അപകടം നിറഞ്ഞ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമീപത്ത് തന്നെ മറ്റൊരു വലിയ കിണർ നിർമ്മിച്ച് അതിലൂടെ ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തി കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിനായി പ്രാദേശികമായ ജോലിക്കാരുടെ സേവനങ്ങൾ ഉൾപ്പെടെ NDRF പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നും ജില്ലാ അധികൃതർ അറിയിക്കുന്നു. മന്ത്രി കിരോടിലാൽ മീണ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള കുഴൽക്കിണറുകൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സർക്കാരുകൾ നൽകാറുണ്ടെങ്കിൽ പോലും അത് പാലിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വാളൊഴിഞ്ഞ ഭാഗത്തുള്ള ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഇത്തരം എന്തായാലും കുഞ്ഞു രക്ഷപ്പെട്ടു എന്ന ആ ഒരു ആശ്വാസ വാർത്ത ദൗസയിൽ നിന്ന് എത്രയും വേഗം എത്തിക്കാൻ സഹായകമാകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു.